പ്രൈസ് ലോർഡ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്കോ ചില വിഷയങ്ങൾക്കോ മറുപടി ലഭിക്കാതെ വരുമ്പോൾ നാം നിരാശപ്പെടുവാറുണ്ട്, വളരെ ദുഃഖിതരായി മാറാറുണ്ട്. ഒരിക്കലും ഒരു പിതാവും തൻ്റെ മകനുമായിട്ട് മൈതാനത്ത് കൂടെ യാത്ര ചെയ്യുമ്പോൾ കുറെ കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് പട്ടം പറപ്പിക്കുന്ന കാഴ്ച കാണുവാനിടയായി. ഉടനെ ആ കൊച്ചുകുട്ടി തന്റെ പിതാവിനോട് വാശി പിടിക്കുവാൻ തുടങ്ങി. പപ്പ, എനിക്കും അതുപോലത്തെ പട്ടം വേണമെന്ന് വാശി പിടിച്ചു. അവന്റെ വാശി കാരണം ആ മകന് ആ പിതാവ് ഒരു പട്ടം മേടിച്ചു കൊടുത്തു. അവൻ വളരെ സന്തോഷത്തോടെ ആ മൈതാനത്ത് നിന്നുകൊണ്ട് പട്ടം പറത്തുവാൻ തുടങ്ങി. പട്ടം അതിവേഗത്തിൽ ഉയരങ്ങളിലേക്ക് പറക്കുവാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ പട്ടം താഴേക്ക് വീണു. ആ മകൻ പട്ടം എടുത്തു വീണ്ടും പറത്തുവാൻ തുടങ്ങി. ആ പട്ടം പറക്കുന്നില്ല, നിശ്ചലമായി അവിടെ തന്നെ കിടപ്പുണ്ട്. ആ മകൻ പിതാവിനോട് കരഞ്ഞു പറഞ്ഞു, എന്റെ പട്ടം പറക്കുന്നില്ല, പട്ടം കേടായിപ്പോയി. അപ്പോൾ മകനോട് ആ പപ്പ പറഞ്ഞു, മകനെ, ഈ പട്ടം പറക്കണമെങ്കിൽ കാറ്റ് വേണം. നിന്റെ കയ്യിൽ പട്ടമുണ്ട്, അത് ആ നൂലുണ്ട്, എല്ലാം ഉണ്ട്, എങ്കിൽ എല്ലാം ശരി തന്നെ. പക്ഷെ പറക്കണമെങ്കിൽ കാറ്റ് വേണം. പ്രിയമുള്ളവരെ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ കഴിവുകളും എല്ലാം ഉണ്ടുവെങ്കിലും അത് പറക്കണമെങ്കിൽ ദൈവ സാന്നിധ്യവും ദൈവകൃപയും നമ്മുടെ മേൽ വേണം. സഭാപ്രസംഗിയിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്. സഭാപ്രസംഗി 3:11, അവൻ സകലത്തെയും അതിന്റെ സമയത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകൾക്കും ഉത്തരം ചിലപ്പോൾ വൈകുമായിരിക്കാം. ഭാരപ്പെട്ടു പോകണ്ട, കാത്തിരിക്കുക. എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഒരു കാറ്റിനെ സ്വർഗത്തിലെ ദൈവം നൽകും. അപ്പോൾ ഏത് വിഷയത്തിൽ നിശ്ചലമായി തളർന്നിരിക്കുന്നു ആ വിഷയത്തിന്മേൽ ജലമെടുത്ത് നീ പറക്കും. ദൈവം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ദൈവം ഏവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആമേൻ. സ്തോത്രം.